വിശദമായി നോക്കാം. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ ഡോക്ടർ ഹാരിസിനെതിരെ സിപിഎം ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു കാണിച്ചതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാനും വിമർശനവുമായി രംഗത്തെത്തി. അതേസമയം എല്ലാ വാതിലും കൊട്ടി അടച്ചപ്പോഴാണ് പ്രതികരിച്ചതെന്നും മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നുമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. ഒരു ഗവൺമെന്റ് സർവന്റ് നല്ല ആത്മാർത്ഥതയുള്ളയാള്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാള്, അഴിമതി തീണ്ടാത്തിയാള്, എല്ലാമാവട്ടെ. പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുന്നിൽ അനുഭവ പാഠമായിരിക്കണം. ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. ഡോക്ടർ ഹാരിസിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും പ്രസ്താവന അനുചിതമായി പോയി എന്നതായി ഉള്ളടക്കം. തൊട്ടുപിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും ഇത് ഏറ്റെടുത്തു. പറയേണ്ട വേദിയിൽ പറയണമെന്നായിരുന്നു എം.വി. ഗോവിന്ദന്റെ വിമർശനമെങ്കിൽ ഹാരിസ് ചെയ്തത് ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പ്രവൃത്തിയല്ലെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല ചെയ്തു. അത് ഞാൻ പറയുന്നു. അദ്ദേഹം കളക്ട് വിഷയം തീർന്നു. പക്ഷെ ഒരു മന്ത്രിയെ എത്രമാത്രം ആക്ഷേപിക്കും. ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലോട്ടും ജാഥ വീണാജോട് രാജിവെക്കും. യുവമാര് പറയുമ്പോൾ രാജിവെക്കാനാണ് വീണാജോട് ഇരിക്കുന്നത്. വീണാജോദിനെ മന്ത്രിയാക്കി പാർട്ടി അതിനെ മന്ത്രിയാക്കി പ്രവർത്തിക്കാതെ രാജിവെക്കണമെന്ന പാർട്ടിയില്ലേ. ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. സർജറിക്കാവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു. എന്നിട്ടും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല തകർന്നെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുവെന്ന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നു. എല്ലാ വാതിലും കെട്ടിയടച്ചപ്പോഴാണ് പ്രതികരിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയും വന്നേക്കാം. താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയില്ല. സമരങ്ങൾ തന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുന്നതായും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പ് നാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇന്നും മാത്രമല്ല എന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എന്റെ ഒരു അപേക്ഷ. വിഷയത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഡോക്ടറെ വിരട്ടാനാണ് ശ്രമമെന്നും ഹാരിസ് പറഞ്ഞത് സത്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. അല്ല, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എം.വി. ഗോവിന്ദനും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണ്? എന്തിനാ പേടിപ്പിക്കാൻ പോണ്? അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത്. അദ്ദേഹം അവിടുത്തെ ഒരു വിഷയം പറഞ്ഞതാണ്. ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം.വി. ഗോവിന്ദനും ആ ഡോക്ടർ ഹാരിസിനെ പേടിപ്പിക്കാൻ പോണ്? ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ സർക്കാർ തുറന്നു സമ്മതിക്കുന്നില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായി കണക്കാക്കുന്ന ആരോഗ്യവകുപ്പിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിലുപരി വിഷയം രാഷ്ട്രീയായുധമായി വളരാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് സർക്കാരും സിപിഎമ്മും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളുകളിലെ സൂംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച വിസ്ഡം ജനറൽ സെക്രട്ടറിയും അധ്യാപകനുമായ ടി.കെ. അഷ്റഫിനെതിരെ കർശന നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ്. അഷ്റഫിനെതിരെ 24 മണിക്കൂറിനകം നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജർക്ക് കത്തയച്ചു. പാലക്കാട് എടത്തനാട്ടുകര PKM UP സ്കൂളിലെ അധ്യാപകനാണ് അഷ്റഫ്. ടി.കെ. അഷ്റഫ് ജോലി ചെയ്യുന്ന പാലക്കാട് എടത്തനാട്ടുകര PKM UP സ്കൂൾ മാനേജർക്കാണ് പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നടപടി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. അടുത്ത 24 മണിക്കൂറിനകം സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടികൾ കൈക്കൊള്ളണമെന്ന് നോട്ടീസിൽ പറയുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന വിധമുള്ള പരാമർശമാണ് അഷ്റഫ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയതെന്ന് കത്തിൽ പറയുന്നു. ഈ FB പോസ്റ്റും കത്തിനൊപ്പം ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സൂംബ പദ്ധതിയെ എതിർത്തുകൊണ്ട് ആദ്യം രംഗത്തെത്തിയ ആളുകളിൽ ഒരാളായിരുന്നു ടി.കെ. അഷ്റഫ്. ഇതിനെ തുടർന്ന് വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വെച്ചാണ്, മറിച്ച് ആൺപെൺ ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി അല്ല എന്നും അഷ്റഫ് വ്യക്തമാക്കിയിരുന്നു. ഇത് പുരോഗമനമായി കാണുന്നു.
കാണുന്നവർ ഉണ്ടായേക്കാം. താൻ പക്ഷേ ഇത്തരത്തിലുള്ള ആളല്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും വലിയ ചർച്ചകളാണ് അഷ്റഫിന്റെ ഈ പരാമർശത്തെ തുടർന്ന് ഉണ്ടായത്. ഈ സൂംബ പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സമസ്ത ലീഗ് പോലുള്ള മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ പരാമർശങ്ങളുമായി എത്തിയെങ്കിൽ പോലും പിന്നീട് പൊതുസമൂഹത്തിൽ നിന്നും വലിയ സ്വീകാര്യത സൂംബ പദ്ധതിക്ക് ലഭിച്ചു എന്ന് കണ്ടതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ നിന്നും പിന്മാറ്റം നടത്തിയിരുന്നു. എന്തായാലും വിശ്രമിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണം ഈ കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് പ്രതികരണം എന്ന് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. വൈകുന്നേരം വിശ്രമത്തിന്റെ ഈ സൂംബ പദ്ധതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധ യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സൂംബ പദ്ധതിക്കെതിരായുള്ള വിമർശനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിശ്രമത്തിന്റെ തീരുമാനം. എം.എസ്. അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഭാരതാംബ വിവാദത്തിൽ VC-ക്കെതിരെ സർവകലാശാല സിൻഡിക്കേറ്റ്. VC-യുടേത് ഏകപക്ഷീയ നടപടിയെന്നും രജിസ്ട്രാറെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് കത്ത് നൽകി. രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ട് വൈസ് ചാൻസലറും രാജ്ഭവനും നീങ്ങുന്നതിനിടെയാണ് പിന്തുണയുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തുന്നത്. രജിസ്ട്രാറെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടായിരുന്നു വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഗവർണർക്ക് നൽകിയത്. രജിസ്ട്രാർ അനിൽകുമാറിനെതിരെയുള്ള നടപടി നീക്കത്തിന് തടയിടാനാണ് സിൻഡിക്കേറ്റിന്റെ ശ്രമം. ഇതിന്റെ മറവിൽ നിയമം പാലിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രജിസ്ട്രാറെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് സിൻഡിക്കേറ്റ് അംഗീകരിക്കത്തില്ല. ഇതെല്ലാം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താ തെറ്റെന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരട്ടെ. ഗവർണറോട് അനാദരവ് കാട്ടിയെന്നായിരുന്നു VC-യുടെ റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. റിപ്പോർട്ടിൽ ഗവർണറുടെ തീരുമാനം ഉടനുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിൽ ഖദറിനെ ചൊല്ലി സീനിയർ ജൂനിയർ പോര്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയെ അണിനിരത്താനുള്ള കോൺഗ്രസ് നീക്കം പുറത്തുവന്നതിന് പിന്നാലെയാണ് സീനിയർ നേതാക്കൾ അമർഷം പരസ്യമാക്കിയത്. കോൺഗ്രസിലെ യുവ നേതാക്കൾ ഖദർ ഉപേക്ഷിച്ച് കളർ ഡ്രസ് ഇടുന്നതിന് എതിരെ അജയ് തറയിലാണ് രംഗത്ത് വന്നത്. വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതിയെന്നായിരുന്നു ഇതിന് KS ശബരീനാഥന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ AICCയുടെ പരിഗണനയിലുള്ള യുവമുഖ്യങ്ങളുടെ പട്ടിക ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുതിർന്ന നേതാക്കൾക്കിടയിലെ അമർഷം പരസ്യമാകുന്നത്. ഖദറിന്റെ പേരിൽ അജയ് തറയിൽ പ്രകടിപ്പിച്ച നിരസം നേതൃത്വത്തിന്റെ തീരുമാനത്തോടുള്ള വിയോജിപ്പെന്നാണ് അഭ്യൂഹം. യുവതലമുറയ്ക്ക് ഖദറിനോട് എന്താണ് ഇത്ര നീരസമെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അജയ് തറയിലിന്റെ ചോദ്യം. ഖദർ ഇടാതെ നടക്കുന്നത് ന്യൂജൻ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും കാപട്യത്തിന്റെ അനുകരണമെന്നുമായിരുന്നു വിമർശനം. ഖദർ ഉപേക്ഷിച്ച് DYFIയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശമുണ്ട്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് മതസൗഹാർദ്ദവും അത് ഖദർ വസ്ത്രവും ഒക്കെയാണ്. കാരണം ഞാൻ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഞാനൊരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഖദർ വസ്ത്രധാരിയാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇപ്പോഴുള്ള വർഷങ്ങളായി ഞാനൊക്കെ 15ാമത്തെ വയസ്സ് തുടങ്ങി ഖദർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നിരവധി ആളുകൾ വർഷങ്ങളായി ഖദർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോഴൊരു പുതിയ ജനറേഷൻ ഞങ്ങൾ ന്യൂജൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖദർ വസ്ത്രം ഉപേക്ഷിച്ച് കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പോലും ഇത്തരം രീതി പ്രവണതകൾ കേരളത്തിലെ എല്ലാ DCCകളിലും തറക്ക വെച്ച് മഹാത്മാഗാന്ധിയുടെ പടം വെച്ച് ഗാന്ധി ഖദർ പ്രദർശനങ്ങൾ വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾ ഖദറിനോട് എതിരാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങുന്നത് ഒരു നിഷേധാത്മകമായ സമീപനമാണ് പാർട്ടിയോട് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ലെന്നായിരുന്നു അജയ് തറയിലിന് KS ശബരീനാഥിന്റെ മറുപടി. ഖദറിലോ കളറിലോ കാര്യമില്ലെന്നും വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ മതിയെന്നും ശബരീനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തുടർച്ചയായി ഖദർ ഉപയോഗിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും FB പോസ്റ്റിൽ ശബരീനാഥൻ പങ്കുവച്ചിട്ടുണ്ട്. പറഞ്ഞു വന്ന് അതിനകത്ത് ഈ ഖദറെന്നോ ഒരു വ്യത്യാസമില്ലാതെ നമ്മളങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത് ഖദറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊക്കെ ഉള്ളത് ഒരു മെയിൻ്റനൻസിന്റെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ 6000-ന്റെ 7000-ന്റെ ഷർട്ടൊന്നും അല്ല ഭൂരിഭാഗം. ഞാനൊന്നും അത്രയും വിലയുള്ള ഷർട്ട് ധരിക്കാറില്ല. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് വളരെ മിതമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് ഇസ്തിരിക്ക് കൊടുത്താൽ 10 രൂപയ്ക്ക് ഇസ്തിരി ചെയ്ത് കിട്ടും. AICC പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഉടലെടുത്ത ജൂനിയർ സീനിയർ തർക്കം
നേതൃത്വത്തെയും കുഴയ്ക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിലെ ഖദർ വിവാദത്തിൽ യുവ നേതാക്കളെ അനുകൂലിച്ച് വി.ഡി. സതീശൻ. വസ്ത്രധാരണം അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഖദർ തന്നെ ധരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കളർ വസ്ത്രങ്ങളും ധരിക്കട്ടെ എന്നും സതീശൻ പ്രതികരിച്ചു. അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല. ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിനൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്റർ സഹായവും ഡയാലിസിസും തുടരുകയാണ്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. CPM നേതാക്കളായ P.K. ഗുരുദാസൻ, E.P. ജയരാജൻ, P.K. ശ്രീമതി, മന്ത്രിമാരായ A.K. ശശീന്ദ്രൻ, K. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ V.S.നെ സന്ദർശിച്ചു. V.V. അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ V.S.നെ സന്ദർശിക്കുവാനായി ഓരോ നിമിഷവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ആരോഗ്യനിലയിൽ മാറ്റമില്ല, ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണോ സാഹചര്യം? ആര്യ, ഒറ്റവരി വാർത്താക്കുറിപ്പാണ് മെഡിക്കൽ ബുള്ളറ്റിനായി ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. പട്ടം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന്റെ നില മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് വാർത്താക്കുറിപ്പ്. നിരവധി നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ V.S.നെ കാണാനെത്തുന്നു. പാലക്കാട് നിന്നും കൊല്ലത്ത് നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി ഇന്നലെയും ഇന്നുമൊക്കെയായി ഇവിടെ എത്തുന്നുണ്ട്. നേരത്തെ മുതിർന്ന CPM നേതാക്കൾ ഒരു കാലത്തും V.S.നൊപ്പം എല്ലാ പ്രശ്നങ്ങളിലും അടിയുറച്ചു നിന്നൊരു നേതാവായിരുന്നു P.K. ഗുരുദാസൻ. അദ്ദേഹം ശാരീരിക അവസ്ഥകളൊക്കെ മാറ്റിവെച്ച് V.S.നെ കാണാനെത്തി അല്പസമയം പാട് ഇവിടുന്ന് മടങ്ങിപ്പോയത്. E.P. ജയരാജനും P.K. ശ്രീമതിയും ഉൾപ്പെടെയുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നേരത്തെ രാവിലെ വന്നിരുന്നു. മന്ത്രിമാരും കൃഷ്ണൻകുട്ടിയും A.K. ശശീന്ദ്രനും പോലുള്ള മന്ത്രിമാർ ഇവിടെ എത്തി. MLA-മാർ നിരവധി എപ്പോഴും MLA സ്റ്റീഫൻ അടക്കമുള്ളവരുണ്ട്. V.S.നൊപ്പം നേരത്തെ പലകാലം പ്രവർത്തിച്ചിരുന്ന അതേപോലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെയുണ്ട്. സാധാരണക്കാരെ ആളുകൾ നമ്മൾ ഇന്നൊരു റിപ്പോർട്ട് കൊടുത്ത പോലെ കൊല്ലത്തെ കുടുംബത്തോടെ അടക്കം ആളുകൾ V.S.നെ കാണാനെത്തുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്കൊരു ആരോഗ്യനില മെച്ചപ്പെടുന്നതിന്റെ സൂചനകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. തുടർച്ചയായ ഡയാലിസിസ് ആണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമായി ഇപ്പോൾ ഡോക്ടർമാർ കാണുന്നത്. പക്ഷേ അതും ഇന്ന് രാവിലെ മുടങ്ങിയിരുന്നു. ഡയാലിസിസ് ചെയ്യാനുള്ള ആരോഗ്യ ശേഷി V.S.ന്റെ ശരീരത്തിലില്ല എന്ന് രാവിലെ ഒരു തരത്തിലുള്ളൊരു വിവരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഈ ഡയാലിസിസ് പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് ആരോഗ്യം ഈ ഡോക്ടർമാർ നടത്തുന്നത്. ഏതായാലും സർക്കാർ ഡോക്ടർമാരുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം 7 അംഗ വിദഗ്ധ സംഘമാണ്, മെഡിക്കൽ കോളേജ് ആശുപത്രി വിദഗ്ധ സംഘമാണ് V.S.ന്റെ ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ ഇവിടെ എത്തിയത്. അവരുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ഒരു ചികിത്സ ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. പക്ഷേ എപ്പോഴും V.S.ന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം. തീർച്ചയായും V.V. അരുണാണ് SUT ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. V.S.ന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള മയക്കുമരുന്ന് വിൽപ്പന കേസിൽ അന്വേഷണം ഊർജിതമാക്കി NCB. കെറ്റാമെലോൺ ഡാർക്ക്നെറ്റ് വഴി ഒരു മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകളാണ്. പിടിയിലായ എഡിസൺ ഡാർക്ക്നെറ്റിലെ പ്രധാന കണ്ണിയെന്നും NCB വ്യക്തമാക്കി. മാരക ലഹരി വിൽപ്പനയിലൂടെ ഡാർക്ക്നെറ്റിലെ ലെവൽ 4 വെണ്ടറായി എഡിസൺ മാറിയിരുന്നു. വിതരണം ചെയ്യുന്ന ലഹരിമരുന്നിന്റെ വിലയും അളവും അടിസ്ഥാനമാക്കി ഡാർക്ക്നെറ്റിലെ കാർട്ടലുകൾക്ക് 5 ലെവലുകൾ വരെ നൽകിയിരുന്നു. ഇതിൽ 4ാമതായിരുന്നു എഡിസൺ. കുപ്രസിദ്ധ ലഹരി വിൽപ്പന സംഘം ട്രൈബ്സീസ് ഗ്രൂപ്പുമായും എഡിസന് അടുത്ത ബന്ധമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പണമിടപാടിനായി ഉപയോഗിച്ചത് മെനറോ ക്രിപ്റ്റോ കറൻസിയാണ്. 70 ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 1127 ബ്ലോട്ട് LSD, 131 ഗ്രാം കെറ്റാമിൻ, ക്രിപ്റ്റോ കറൻസി എന്നിവയും പിടിച്ചെടുത്തു. അറസ്റ്റിലായ എഡിസണെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സഹായിയും NCBയുടെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ മാസം 28-ന് കൊച്ചിയിലെത്തിയ 3 തപാൽ പാഴ്സലുകളിൽ നിന്ന് 280 LSD ബ്ലോട്ടുകൾ പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എഡിസണാണ് ഡാർക്ക് നെറ്റ് വഴി പാഴ്സലുകൾ ഓർഡർ ചെയ്തതെന്ന് വ്യക്തമായി. അടുത്ത ദിവസം എഡിസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ ലഹരി വസ്തുക്കളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തത്. ന്യൂസ് 18 കൊച്ചി. കപ്പൽ ചതി.
കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ കുരുങ്ങി മത്സ്യത്തൊഴിലാളികളുടെ മീൻ വലകൾ നശിക്കുന്നത് വ്യാപകമാകുന്നു. കൊച്ചിയിൽ നിന്നും കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ട്രോളിംഗ് നിരോധനത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലാണ് പുതിയ പ്രതിസന്ധി. എന്തോ ഭാരമുള്ളൊരു സാധനം വന്ന് വലയിൽ കുടുങ്ങുകയും വല അങ്ങനെ വലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏകദേശം ഒരു 1000 കിലോ താഴെ വല അതേ മാറ്റിയിട്ടേക്കുന്ന വലകളാണ്. അത് നിങ്ങൾ അതും വിഷ്വലി എടുക്കണം. 1000 കിലോ വലയോളം പറഞ്ഞ് നമ്മളുടെ ഈ വലയിൽ നിന്ന് പറഞ്ഞ് കടലിൽ വിട്ട് പോയി നമുക്ക് ഒരു വല കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ തുടങ്ങിയുള്ള പണിയാണ്. ഇപ്പോഴാണ് പണി. 50 തൊഴിലാളികളുടെ 2 ദിവസത്തെ ഞങ്ങളുടെ തൊഴിൽ നഷ്ടം. സുബൈർ പറയുന്നത് തന്റെ ജീവിതമാണ്. ഇതുപോലെ തന്നെയാണ് കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയത്രയും. ട്രോളിംഗ് നിരോധനം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടയിൽ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നഷ്ടം സഹിച്ചും ഇപ്പോൾ കടലിൽ പോകുന്നത്. എന്നാൽ കപ്പലപകടം സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല. കഴിഞ്ഞ ദിവസം അവശിഷ്ടങ്ങളിൽ കുടുങ്ങി ഇല്ലാതായത് 1000 കിലോ വലയാണ്. വില 6 ലക്ഷം രൂപ. ഈ ഒഴുകി വന്ന് കിടക്കുന്ന ഈ കണ്ടെയ്നറിൻ്റെ മറ്റുള്ള സാധനങ്ങളും എല്ലാം കടലിൽ നിന്ന് എടുത്ത് മാറ്റി പിന്നെ ഈ വന്നേക്കുന്ന നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും തന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ സംഭവിച്ചിട്ട് ഞാൻ ബ്ലേഡിൽ നിന്നൊക്കെ പൈസക്ക് മേടിച്ചൊക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഞങ്ങൾക്ക്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമായിക്കോളും. ട്രോളിങ് ഒന്നാമത് കാറ്റും മഴയും പിടിച്ച് കാരണം പണിക്കും പോകാത്ത കണ്ടീഷനിലാണ് വന്നിരുന്നത്. ആലപ്പുഴ തീരത്തിനു പിന്നാലെ കൊച്ചിയിലെയും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ഗുരുതര പ്രതിസന്ധിയാണ്. ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളിലെ ഭൂരിഭാഗം വലകളും ഉപയോഗശൂന്യമായി. വള്ളങ്ങളിലെ തൊഴിലാളികളെല്ലാം ചേർന്ന് വലകൾ തുന്നിയെടുക്കുന്ന കാഴ്ചയാണ് ഹാർബറുകളിലേക്ക് ചെന്നാൽ കാണാൻ കഴിയുക. കപ്പലപകടത്തിൽ കേസെടുത്തെങ്കിലും മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല. നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ചകളും എങ്ങുമെത്തിയില്ല. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം കടലോളം ആഴത്തിൽ വർദ്ധിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ചികിത്സ വേണ്ടതാർക്ക്? ന്യൂസ് 18 അന്വേഷണം. സംസ്ഥാനത്തെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി സർക്കാർ നടത്തിവരുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയായ അമ്മയും കുഞ്ഞും പദ്ധതി പോലും അട്ടിമറിച്ച് ആരോഗ്യവകുപ്പ്. അമ്മയും കുഞ്ഞും പദ്ധതി പാളിയതോടെ ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ അമ്മമാർ ചികിത്സയ്ക്ക് പണം തേടി നെട്ടോട്ടത്തിലാണ്. 1 വയസ്സുവരെ കുഞ്ഞിന് സൗജന്യ ചികിത്സ നൽകണമെന്നിരിക്കെ പ്രമേഹത്തിനുള്ള രക്തപരിശോധന മുതൽ വിലയേറിയ മരുന്നുകൾ വരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എഴുതി നൽകുകയാണ് ആശുപത്രി അധികൃതർ. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ദുരിതത്തിലായ അമ്മമാർ ന്യൂസ് 18നോട് ജീവിതാവസ്ഥ തുറന്നു പറഞ്ഞു. സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട വിഹിതം കൃത്യമായി നൽകാത്തതാണ് പദ്ധതി പൊളിഞ്ഞു പോകാൻ കാരണമെന്നും പരാതി ഉയരുന്നു. ന്യൂസ് 18 അന്വേഷണം. ഈ കേസ് ഷീറ്റുകളിൽ പതിപ്പിച്ചിരിക്കുന്ന JSSK എന്ന സീൽ നവജാത ശിശുക്കൾക്കും അമ്മമാർക്കും നൽകുന്നൊരു ഉറപ്പുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പ്രസവ ചികിത്സക്കായി എത്തുന്ന അമ്മയ്ക്കും പിന്നീട് നവജാത ശിശുവിനും അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം സർക്കാർ സൗജന്യ ചികിത്സ നൽകുമെന്ന ഉറപ്പാണ് ആ സീലിനുള്ളത്. അമ്മയ്ക്ക് 40 ദിവസവും നവജാത ശിശുവിന് 1 വയസ്സുവരെയും സൗജന്യ ചികിത്സ സർക്കാർ ഉറപ്പു നൽകുന്നതായി നിയമസഭാ രേഖകളും വ്യക്തമാക്കുന്നു. ഇനി പറയേണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ICUവിൽ ചികിത്സയിലിരിക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ ഈ അമ്മമാരാണ്. ജൂൺ 16-നായിരുന്നു ഡെലിവറി നടന്നത്. അന്ന് തൊട്ട് ഇപ്പം തൊട്ടുള്ള മെഡിസിൻസ് നമ്മൾ എല്ലാം പുറത്തുനിന്നാണ്. ഒന്നും നമുക്ക് എനിക്ക് അമ്മയും കുഞ്ഞും പദ്ധതിയിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവിടുന്ന് ഒരു മെഡിസിൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പൈസ കിട്ടുന്നില്ലേ അവിടുന്ന്? ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്നാണോ വാങ്ങുന്നത്? സൗജന്യ ചികിത്സ അവകാശമെന്നിരിക്കെ ദിവസേന 1000 രൂപയോളം ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സക്കായി കണ്ടെത്താൻ പാടുപെടുകയാണിവർ. ഡയപ്പർ മുതൽ വിലയേറിയ ചികിത്സാ ഉപകരണങ്ങൾ വരെ പുറമേ നിന്ന് വാങ്ങി നൽകേണ്ടി വരുന്നു നിർധനരായ ഈ അമ്മമാർക്ക്.
ഏകദേശം ഒരു 50 അടുപ്പിച്ചൊക്കെ എല്ലാം കൂടെ 50,000 രൂപ അടുപ്പിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഞാനും ഉണ്ടായിരുന്നു, ഞാനൊരു മാസമായിട്ട് കിടക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. ലാബ് ടെസ്റ്റുകളും എല്ലാം പുറത്താണോ ചെയ്യുന്നത്? എല്ലാം പുറത്താണ്. ഏകദേശം കുറച്ച് മാസമുള്ള അകത്ത് ചെയ്യുന്നത്, ബാക്കിയെല്ലാം പുറത്താണ് ചെയ്യുന്നത്. പുറത്താണ്. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഒരു ദിവസം എങ്ങനെ പോലും 10,000 രൂപയോളം ആവുന്നുണ്ട്. മരുന്നും ഡയപ്പറും അങ്ങനെയുള്ള എല്ലാം മരുന്നുകളും എല്ലാം കൂടെ. പലരും 15ഉം 20ഉം ദിവസമായി ചികിത്സയിലിരിക്കുന്നവർ. 27ാമത്തെ ആഴ്ചയിലെ പ്രസവിച്ചു. അപ്പൊ ഇനി എത്രത്തോളം കിടക്കേണ്ടി വരുമെന്ന് പറയാറായിട്ടില്ല. അപ്പൊ ഇതേ സെയിം സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ മെഡിസിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മെഡിസിനൊക്കെ ഈ അളവിൽ ഇതേ റേറ്റാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അത്രയ്ക്ക് പൈസ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ചേർത്ത് പിടിക്കുമെന്ന ഉറപ്പ് നൽകിയ സർക്കാർ നിഷ്കരണം പുറന്തള്ളിയപ്പോൾ ന്യൂബോൺ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുറിപ്പടികൾ അമ്മമാരുടെ കൈകളിലിരുന്ന് വിറങ്ങലിക്കുകയാണ്. ഒരു 2 ട്യൂബ് കുഞ്ഞുങ്ങൾക്ക് വേണമായിരുന്നു. കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം അവർക്ക് ട്യൂബ് വഴിയാ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്യൂബ് അത് പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. എത്ര രൂപയായിരുന്നു? ഏകദേശം 8,000 സംതിങ് ആവും ഒരാൾക്ക്. അപ്പൊ 2 പേർക്കാകുമ്പോൾ 17,000 രൂപ അടുപ്പിച്ചാവും. 60% കേന്ദ്രവും 40% സംസ്ഥാന വിഹിതവും നൽകി ജനനി സുരക്ഷാ കാര്യക്രമം എന്ന പദ്ധതിയാണ് പിന്നീട് അമ്മയും കുഞ്ഞും പദ്ധതിയായി കേരള സർക്കാർ അമ്മമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന വിഹിതം ലഭ്യമാക്കുന്നതിൽ പാളിച്ചകൾ വന്നതോടെയാണ് പദ്ധതിയുടെ ചുവട് പിഴച്ചതെന്ന് പരാതികൾ ഉയർന്നു. പ്രസവശേഷം വീടുകളിലേക്ക് പോകാൻ വാഹന സൗകര്യം ഒരുക്കി നൽകുന്നതിന്റെ പണച്ചിലവടക്കം വഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ അമ്മമാരെയും നവജാത ശിശുക്കളെയും നിഷ്കരണം തള്ളിവിട്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്ത് നിന്ന് ഊറ്റം കൊള്ളുന്നവർ നിരാലംബരായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളെയും അവരുടെ ഈ അമ്മമാരെയും ഒന്ന് കൺതുറന്നു കാണണം. അവകാശപ്പെട്ട ചികിത്സാ സഹായങ്ങൾ പോലും നിഷേധിക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പദ്ധതി തുക ലഭ്യമാക്കുന്നതിൽ കുടിശ്ശിക വന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും. സർക്കാർ നൽകുന്ന എല്ലാ മരുന്നുകളും രോഗികൾക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ പറഞ്ഞു. ബാക്കിയുള്ളവയാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. പരാതി ഉന്നയിച്ചവരുടെ വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. ന്യൂബോൺ ഐസിയുവിൽ കിടക്കുന്ന കുട്ടികളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് അവരുടെ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ടവരായിട്ടും അവർക്ക് മരുന്നുകളും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു എന്നൊരു പരാതി ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു സാഹചര്യം എന്താ സാറേ? ഇവിടെ ഉള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. അല്ല സാർ, അവര് ഒരു ഷുഗറിന്റെ 10 രൂപയുടെ സ്ട്രിപ്പ് എല്ലാ സാധനവും അവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ സഹായങ്ങളും എല്ലാ രോഗികൾക്കും കിട്ടുന്നുണ്ട്. ഗവൺമെന്റ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ പ്രതി കിരൺകുമാറിന് ജാമ്യം. കിരൺകുമാറിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനം വരും വരെയാണ് ജാമ്യം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ കിരണിനെ കേസിനെ തുടർന്ന് സർവീസിൽ നിന്നും പുറത്താക്കിയിരുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിക്സഡ് വയർലെസ് സേവനദാതാക്കളാകാൻ റിലയൻസ് ജിയോ. ട്രായ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ICICI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് വ്യക്തമാക്കുന്നത്. US ആസ്ഥാനമായ T-Mobileനെ മറികടന്നാണ് ജിയോ ഒന്നാമതെത്തുന്നത്. T-Mobileന് മെയിലെ കണക്ക് അനുസരിച്ച് 68.5 ലക്ഷം കണക്ഷനുകളാണ് ഉള്ളത്. ട്രായുടെ പുതിയ കണക്കനുസരിച്ച് ഇത് മറികടന്ന് ജിയോ 68.8 ലക്ഷം ഉപഭോക്താക്കളിൽ എത്തിയതോടെയാണ് ലോകത്തെ ഏറ്റവും വലിയ സേവനദാതാക്കളായത്. ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് വിപണിയിൽ 50.72% വിപണി പങ്കാളിത്തമാണ് ജിയോയ്ക്ക് ഉള്ളത്. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ രാജ്യത്തെ 2ാമത്തെ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ സജ്ജമായി. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച R&D കേന്ദ്രത്തിന്റെ തുടർച്ചയാണ് പുതിയ സ്ഥാപനം. ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭ്യമാക്കും. വൻ നഗരങ്ങൾ കൂടാതെ ചെറുപട്ടണങ്ങളിലെ തൊഴിൽ നൈപുണ്യമുള്ളവരുടെ സേവനം IT മേഖലയിൽ ഉറപ്പാക്കാൻ കഴിയുന്നതാണ് പദ്ധതി. റോബോട്ടിക്സ്,
നിർമ്മിത ബുദ്ധി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. മന്ത്രി KN ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനാകും. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,065 രൂപ, പവന് 72,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,480 രൂപ, പവന് 59,840 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോഗ്രാമിന് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.